കേരള ടെക്സ്റ്റൈൽ ഗാർമെന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ജൂലൈ 10 ആറ്റിങ്ങലിൽ സംഘടിപ്പിക്കുന്നു. ആറ്റിങ്ങൽ മാമം പൂജ കൺവെൻഷൻ സെന്ററിൽ വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. KTGA തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഇക്ബാൽ പൂജ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. ജൂലൈ മാസം 10 വൈകുന്നേരം 4 മണിക്ക് ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് KTGA കേരള ടെക്സ്റ്റൈൽസ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ ജില്ലാ സമ്മേളനത്തിൽ അതിഥികളായിട്ട് വന്നെത്തുന്ന മെയിനായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ സാറ് പങ്കെടുക്കുന്നുണ്ട്. അതുകൂട്ട് നമ്മളെ മുഖ്യ അതിഥിയായിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവർ മുഖ്യ അതിഥിയായി എത്തുന്നുണ്ട്. കൂടാണ്ട് ഞങ്ങളെ സംഘടനയുടെ മുഖ്യ പ്രഭാഷണം നടന്ന സംഘടനയുടെ അമരക്കാരനായ ശ്രീ പട്ടാഭിരാമൻ സാറ് കല്യാൺ സിൽക്സിന്റെ MD ആണ്. അദ്ദേഹം എത്തിച്ചേരുന്നുണ്ട്. തുടർന്ന് നമ്മളെ MD അടൂർ പ്രകാശ് സാറ്, പിന്നെ തുടർന്ന് നമ്മളെ ബഹുമാനപ്പെട്ട MLA അവർ OS അംബിക, നമ്മളെ ബഹുമാനപ്പെട്ട നഗരപിതാവ് അഡ്വക്കേറ്റ് S കുമാരി, അങ്ങനെ തുടങ്ങി ഞങ്ങളെ സംസ്ഥാനത്തുടനീളമുള്ള ജില്ലയിലുടനീളമുള്ള പ്രവർത്തകരും സംഘാടകരും വസ്ത്ര വ്യാപാരികളും കൂടി ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ഈ വരുന്ന ജൂലൈ 10 ആറ്റിങ്ങൽ മാമത്തുള്ള പൂജ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വസ്ത്ര വ്യാപാരികളുടെ ഒരു കൂട്ടായ്മ, ഒരു ജില്ലാ സമ്മേളനം ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള, നമുക്കറിയാം, പാറശാല മുതൽ വർക്കല വരെയുള്ള, അല്ലെങ്കിൽ പാരിപ്പള്ളിക്ക് തൊട്ടിപ്പുറം വരെയുള്ള എല്ലാ ചെറുതും വലുതുമായ സ്ഥാപനങ്ങളെയും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിൽ KTGA പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിൽ വലിയ രീതിയിലുള്ള വസ്ത്രവ്യാപാരികളുടെ ഒരു ജനപങ്കാളിത്തം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ KTGA എന്നുള്ള സംഘടന കേരളത്തിൽ 14 ജില്ലകളിലും അതിവിപുലമായ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു. 40 വർഷത്തിന് പുറത്ത് തുടങ്ങിയ ഒരു സംരംഭമാണ് KTGA. പക്ഷേ ഈ കോവിഡോടുകൂടി ഈ സംഘടന കേരളത്തിലെ ചെറുതും വലുതുമായ വ്യാപാരി സുഹൃത്തുക്കളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും സൗഹൃദങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. വസ്ത്ര വ്യാപാരികൾക്ക് ഒരു വിഷയം വരുമ്പോൾ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ KTGA എന്നുള്ള ഒരു സംഘടനയാണ്. നമ്മുടെ മാതൃസംഘടനയായ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ വിഷയങ്ങളും വിഷമങ്ങളും അതിന്റെ ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഘടന ഇന്ന് KTGA ആണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യ അതിഥിയും KTGA സംസ്ഥാന പ്രസിഡന്റ് TS പട്ടാഭിരാമൻ മുഖ്യ പ്രഭാഷണവും നടത്തും. KTGA തിരുവനന്തപുരം ജില്ലാ ഭാരവാഹികൾ ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തീർച്ചയായും ഇന്ന് വസ്ത്രവ്യാപാര രംഗത്ത് അവിടുത്തെ ചെറുകിട എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അതിന് പുതിയ വഴികൾ കണ്ടെത്തുന്നതിനും ഒക്കെയുള്ള ഒരു വേദിയായിട്ടാണ് ജില്ലാ സമ്മേളനം മാറാൻ പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഓൺലൈൻ വ്യാപാരം സാധാരണ ബിസിനസ്സുകൾ, പ്രത്യേകിച്ചും ചെറുകിട വ്യാപാരികളുടെ മുഴുവൻ ബിസിനസ്സിനെയും ബാധിച്ചിരിക്കുകയാണ്. പലരും ജപ്തി ഭീഷണിയിലാണ്. അത്തരത്തിലുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് ഏതെങ്കിലും നിലയിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലേബർ ഓഫീസായാലും, അതുപോലെ തന്നെ നമ്മുടെ ലീഗൽ മെട്രോളജി ഓഫീസുകളായാലും നിരവധിയായ സംവിധാനങ്ങൾ പഴയ കാലത്തുള്ള നിയമങ്ങളെ മാറ്റി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് പരിഷ്കരിക്കണമെന്നാണ് നമുക്ക് അഭിപ്രായമുള്ളത്. കാരണം ചെറുകിട വ്യാപാരികൾ എല്ലാം കടകൾ പൂട്ടേണ്ട അവസ്ഥയിലാണ്. കൊറോണയ്ക്ക് ശേഷം പുതിയ രീതിയിലൊന്നും ബിസിനസ് മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ GST ഒരു കൂട്ടണം, 12% ആക്കണമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് GST കൗൺസിലിലേക്ക് കത്തയച്ചുകൊണ്ട് ഇതിന് GST വർധനവ് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, സമകാലീന കാലഘട്ടത്തിൽ വസ്ത്ര വ്യാപാര മേഖല എല്ലാ മേഖലയും പോലെ തന്നെ വളരെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലത്തിലൂടെയാണ് വ്യാപാര മേഖല പൊതുവെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ നാളത്തെ നിലനിൽപ്പ് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമ്മേളനം കൂടിയായിട്ടാണ് നാം ഈ സമ്മേളനത്തിനെ വിലയിരുത്തുന്നത്. ഈ സമ്മേളനത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും സംസ്ഥാന ഭാരവാഹികൾ എത്തുന്നുണ്ട്.
പ്രത്യേകിച്ച് കേരളത്തിന്റെ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഈ സംഘടനയുടെ ജില്ലാ സമ്മേളനം സംസ്ഥാനമൊട്ടാകെയുള്ള KTGA പ്രവർത്തകരും നേതാക്കളും ഒക്കെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. ഈ വരുന്ന 10-ാം തീയതി നടക്കുന്ന വസ്ത്രവ്യാപാരികളുടെ സംഗമത്തിൽ നമ്മൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്നത് വസ്ത്രവ്യാപാര രംഗം ഇപ്പൊ നേരിട്ട് കൊടുക്കുന്ന ഭീഷണി എങ്ങനെ തരണം ചെയ്യാനാണ്. അപ്പോൾ കേരളത്തിനകത്തുള്ള മുഴുവൻ വസ്ത്രവ്യാപാരികളുടെ പ്രധാനപ്പെട്ട ആൾക്കാരും ഈ 10-ാം തീയതി വരുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ നെടുമങ്ങാട് മേഖല, നെയ്യാറ്റിൻകര മേഖല, തിരുവനന്തപുരം സിറ്റി മേഖല, ഇവിടെയുള്ള മുഴുവൻ വസ്ത്രവ്യാപാരികളും ഈ പരിപാടി സംഗമത്തിൽ പങ്കുചേരും. കാരണം ഇപ്പോൾ നമുക്കറിയാം കോർപ്പറേറ്റുകളുടെ വൻ രീതിയിലുള്ള കടന്നുവരവാണ് ചെറുകിട മേഖലയെ മുഴുവനായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നത്. അത് ചെറിയൊരു ഭീഷണിയൊന്നുമല്ല, വലിയ രീതിയിലുള്ള ഭീഷണിയാണ്. കോർപ്പറേറ്റുകളുടെ സ്റ്റുഡിയോ പോലുള്ള വൻ രീതിയിലുള്ള കച്ചവട സംഗമങ്ങൾ ഇപ്പോൾ വളരെ ചീപ്പായിട്ട് മാർക്കറ്റിലേക്ക് സാധനം വൻ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്ത് കൊടുക്കുന്നത് മൂലം ചെറുകിട വ്യാപാരികൾക്കും അവരെ കൂടെ തൊഴിൽ ചെയ്യുന്നവർക്കും ജോലി നഷ്ടപ്പെട്ട സാധ്യതയാണുള്ളത്. അഡ്വക്കേറ്റ് അടൂർ പ്രകാശ് MP, OS അംബിക MLA, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വ്യാപാരികൾ നേരിടുന്ന പ്രധാന വിഷയങ്ങളിൽ ചർച്ചയും പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും സംഗീത സന്ധ്യയും സ്നേഹവിരുന്നും സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.